സ്വർണ്ണ വ്യാപാരിയിൽ തുടങ്ങി ഡാൻസും പാട്ടും റീൽസുമൊക്കെയായി സെലിബ്രിറ്റി പരിവേഷം നിറഞ്ഞ ജീവിതം. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി എന്ത് പേക്കൂത്തും കാട്ടുന്നുവെന്ന വിളിപ്പേര്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്. യുവാക്കളുടെ ഇടയിൽ വലിയ സ്വാധീനം. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാകാൻ അഭിമുഖങ്ങളിലും പൊതുവേദികളിലും അശ്ലീല പരാമർശങ്ങളുടെ പരമ്പര. ആരാധകരുടെ അതിരുകടന്ന ആവേശത്തിൽ സ്വയം മതിമറന്നതാണ് ബോബി ചെമ്മണ്ണൂരിന് വിനയായത്. ബോബിക്കെതിരെയുള്ള തന്റെ അനിഷ്ടവും വിയോജിപ്പും തുറന്നു പറഞ്ഞ നടി ഹണി റോസ് രംഗത്ത് വന്നതിന് പിന്നാലെയായിരുന്നു കേസും അറസ്റ്റും. ഉദ്ഘാടന വേദി മുതൽ അഭിമുഖം വരെ നീണ്ട അശ്ലീല പരാമർശങ്ങൾ. നാവിൽ വിളയാടിയ അശ്ലീല വാക്കുകളിലും ആ ദ്വയാർത്ഥ പരാമർശങ്ങൾക്കും ചലച്ചിത്ര താരങ്ങളടക്കം ഇരയായിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്. ഭൂരിഭാഗം വീഡിയോയ്ക്കും തെറ്റിദ്ധരിപ്പിക്കുന്നതും ദ്വയാർത്ഥ പ്രയോഗത്തോടെയുമുള്ള തലക്കെട്ടുകൾ. ഇതിനെ കമന്റുകളിലൂടെ ആഘോഷിക്കാനും എന്ത് വൃത്തികേടിനും കൈയടിക്കാനും ആരാധക കൂട്ടം. റീൽസുകളിലും വീഡിയോകളിലും ദ്വയാർത്ഥ പ്രയോഗം നടത്തുമ്പോൾ അതിനെ തിരുത്താനോ നടപടിയെടുക്കാനോ ഇവിടെ നിയമ സംവിധാനങ്ങൾ ഒന്നുമില്ലേ എന്ന് മലയാളി ചിന്തിച്ചിട്ടുണ്ട്. ഒടുവിൽ ഉദ്ഘാടന വേദികളിലെയും സോഷ്യൽ മീഡിയയിലെയും അധിക്ഷേപങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലാക്കിയത്. നടി ഹണി റോസിന്റെ കാര്യത്തിലും സമാനമായിരുന്നു കാര്യങ്ങൾ. ഉദ്ഘാടന പരിപാടിക്കെത്തുമ്പോൾ ധരിക്കുന്ന വസ്ത്രത്തെ അടക്കം അടിസ്ഥാനമാക്കി സമൂഹ മാധ്യമങ്ങളിൽ വലിയ അധിക്ഷേപമായിരുന്നു കഴിഞ്ഞ കുറെ കാലമായി ഹണി റോസ് നേരിട്ടുകൊണ്ടിരുന്നത്. ഇതിനിടെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനത്തിൽ നടി ഉദ്ഘാടനത്തിനെത്തുന്നതും അവരുടെ മുന്നിൽ വെച്ച് തന്നെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും ചെയ്തത്. ഇത് വിവാദമായതോടെ പിന്നീട് അതിനെ ന്യായീകരിക്കുകയും കൂടുതൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും ചെയ്ത് ബോബി തന്നെ രംഗത്ത് വന്നു. അപ്പോഴും ഇത് അറസ്റ്റിലേക്കോ റിമാൻഡിലേക്കോ പോകുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതിയില്ല. തുടർന്നാണ് നടി പരാതി കൊടുക്കുന്നതും പോലീസ് വളഞ്ഞിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതിലേക്കും എത്തിയത്. ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള തന്റെ അനിഷ്ടവും വിയോജിപ്പും തുറന്നു പറഞ്ഞ് നടി ഹണി റോസ് രംഗത്ത് വന്നതോടെയാണ് സംഭവം ചർച്ചയായതും ബോബിക്ക് വിനയായതും. ജ്വല്ലറി ഉദ്ഘാടനത്തിനെത്തിയ തന്നെ കുന്തി ദേവി എന്ന് ബോബി ചെമ്മണ്ണൂർ വിളിച്ചതിലുള്ള അനിഷ്ടം വേദിയിൽ വെച്ച് പ്രകടിപ്പിക്കാതിരുന്നത് ഉദ്ഘാടനത്തിന് വിളിച്ചവരോടുള്ള ആദരവ് കാരണമാണെന്ന് ഹണി റോസ് പറഞ്ഞിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ദ്വയാർത്ഥ കമന്റുകൾ പറയുന്നതും തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നതും തുടരുന്നതുകൊണ്ട് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് വ്യക്തമാക്കിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ അവർ പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് സ്ത്രീകളോട് നല്ല ശരീരഘടനയാണല്ലോ എന്ന കമന്റ് പോലും ലൈംഗികാതിക്രമമാവുമെന്ന് മറ്റൊരു കേസ് തീർപ്പാക്കിക്കൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇതിനടുത്ത ദിവസമാണ് ഹണി റോസിന്റെ പരാതിയിൽ ബോബിയെ അറസ്റ്റ് ചെയ്യുന്നതും ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്യുന്നതുമെന്നത് ശ്രദ്ധേയം. ബോബി ചെമ്മണ്ണൂരിന്റെ കേസിൽ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയുടെ നിരീക്ഷണം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ന്യൂസ് 18 കൊച്ചി.